എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഹിന്ദിയിൽ ശീലങ്ങൾ ഹാബിറ്റ്സ് നമുക്ക് എങ്ങനെ പറയാന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതിനൊരു ഫോർമുലയുണ്ട്. ക്രിയ പ്ലസ് താഹെ. ക്രിയയുടെ കൂടെ നമുക്ക് താഹെ യൂസ് ചെയ്തിട്ട് പറയാം. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കഴിക്കാറുണ്ട്, പോകാറുണ്ട് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഹിന്ദിയിൽ താഹെ എന്നുള്ള ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഈസി ആയിട്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പഠിക്കുന്നത് നമ്മൾ ഹിന്ദിയിൽ ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. പോകാറുണ്ട്, ജാ പ്ലസ് താഹെ, ജാത്താഹെ. ഇവിടെ ജാ എന്ന ക്രിയയുടെ കൂടെ നമ്മൾ താഹെ ചേർത്തു, ജാത്താഹെ. പോകാറുണ്ട്. വരാറുണ്ട്, ആ പ്ലസ് താഹെ, ആത്താഹെ. വരാറുണ്ട്, ആത്താഹെ. കഴിക്കാറുണ്ട്, ഖാ പ്ലസ് താഹെ, ഖാത്താഹെ. കഴിക്കാറുണ്ട്, ഖാത്താഹെ. ഇവിടെ എല്ലാം നമ്മൾ ക്രിയയുടെ കൂടെ താഹെ ചേർത്തിട്ടാ പറയുന്നത് ശീലങ്ങൾ. ചെയ്യാറുണ്ട്, കർ പ്ലസ് താഹെ, കർത്താഹെ. കർത്താഹെ. ചെയ്യാറുണ്ട്. ഇവിടെ കർ എന്ന ക്രിയയുടെ കൂടെ താഹെ ചേർത്തു, കർത്താഹെ. ചെയ്യാറുണ്ട്. പഠിക്കാറുണ്ട്, പട് പ്ലസ് താഹെ, പടുത്താഹെ. പടുത്താഹെ. ഉറങ്ങാറുണ്ട്, സോ പ്ലസ് താഹെ, സോത്താഹെ. സോത്താഹെ. ഉറങ്ങാറുണ്ട്. നോക്കാറുണ്ട്, ദേഖ് പ്ലസ് താഹെ, ദേഖ്താഹെ. നോക്കാറുണ്ട്, ദേഖ്താഹെ. തിരയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞു പോയാൽ തിരിയുക, അതിന് ഹിന്ദിയിൽ ഡൂണ്ടിനാ പറയും. അപ്പൊ ഡൂണ്ട് പ്ലസ് താഹെ, ഡൂണ്ട്താഹെ. ഡൂണ്ട്താഹെ. തിരയാറുണ്ട്, ഡൂണ്ട്താഹെ. ഇനി സീക്രട്ട് കോഡ് ഇതാണ്, റുണ്ട്. എല്ലാത്തിലും നമ്മൾ എന്താ റുണ്ട് റുണ്ട്. അപ്പൊ എന്താ ചേർത്ത്, ക്രിയയുടെ കൂടെ താഹെ ചേർക്കുമ്പോൾ നമുക്ക് ഈ റുണ്ട് എന്നുള്ള അർത്ഥം വരും. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്യാ. കളിക്കുക എന്നതിന് ഹിന്ദിയിൽ എന്താ പറയാ, ഗേൽ. അപ്പോൾ കളിക്കാറുണ്ട് എന്ന് ഹിന്ദിയിൽ എങ്ങനെയായിരിക്കും പറയാ? പെട്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ. ഞാൻ ഓരോ കമന്റും വായിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്